കോഴിക്കോട് മിഠായി തെരുവിൽ കച്ചവടക്കാർ കടകളിലേക്ക് ആകർഷിപ്പിക്കുന്നത് പല രീതിയിലാണ്. ഓഫറുകൾ വിളിച്ചു പറഞ്ഞും വ്യത്യസ്തമായ രീതിയിൽ വസ്ത്രങ്ങൾ ഷോക്കേസ് ചെയ്തുമെല്ലാം അവർ നമ്മളെ മാടി വിളിക്കാറുണ്ട്. കോഴിക്കോട്ടെ കച്ചവടക്കാരുടെ വിളിച്ചു പറയൽ പോലും പ്രശസ്തമാണ്. എന്നാൽ ഒരു വിഭാഗം കച്ചവടക്കാർക്കെതിരെ പരാതികൾ വ്യാപകമായതോടെ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. പലപ്പോഴും ദ്വയാർത്ഥം വരുന്ന പദങ്ങൾ പോലും കച്ചവടക്കാർ ഉപയോഗിക്കുന്നുവെന്നാണ് പരാതി. മിഠായി തെരുവിൽ നിന്നും സാനിയോ മനോമി ചേരുന്നുണ്ട്. സാനിയോ, ഈ മിഠായി തെരുവിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഈ കച്ചവടക്കാർ നമ്മളെ ഇങ്ങനെ മാടി വിളിക്കുമ്പോൾ അവരുപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്, വളരെ ആകർഷണീയമാണത്. ചേച്ചിമാരെ, കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് വിളിക്കും. അതിപ്പോൾ ബുദ്ധിമുട്ടായി മാറിയോ? എന്താണ് ഈ പോലീസ് പറയുന്നത്? രോഷ്നി, അത് എല്ലാം ബുദ്ധിമുട്ട് എന്നല്ല, ചിലത് ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നമുക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. കാരണം ചില അശ്ലീല ചുവയോടെയുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള മാടിവിളികൾ, ഇതൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടായിരുന്നു. പക്ഷേ അതാരും പുറത്തു പറയാനും മറ്റും തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഒരു അധ്യാപിക കൂടിയായ ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് അത്തരത്തിലൊരു സാഹചര്യം പറയുന്ന സാഹചര്യം ഉണ്ടായത്. അതുടൻ തന്നെ വ്യാപാരികൾ പോലീസിന് ഫോർവേഡ് ചെയ്യുകയും പോലീസ് അതിൽ ആക്ഷൻ എടുക്കുകയുമായിരുന്നു. ഇപ്പോൾ നമുക്കിപ്പം വ്യാപാരികളുണ്ട്, വ്യാപാരികൾ തന്നെ അവർ തന്നെ സംസാരിക്കും. കാരണം അവർക്ക് പോലും ഇത് മുന്നേ അനുഭവപ്പെട്ടിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് മുൻപ് തന്നെ എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ശ്രദ്ധയപ്പെട്ടിരുന്നു? ഇതിന്റെ മുന്നേ നമ്മൾ പല മീറ്റിങ്ങിലും നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ കുറേ ഒരു 10% ആൾക്കാരാണ് ഇതേമാതിരിയുള്ള ചെയ്യുന്നത്. ബാക്കി നല്ല കച്ചവടക്കാരും ഉണ്ട്. അതിന് നമ്മളെല്ലാവരും എതിർപ്പ് തന്നെയാണ്. അന്ന് മീറ്റിംഗ് വിളിച്ചാൽ എതിർപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിനുള്ള പരിഹാരം ഇന്ന് നമ്മൾ കുറച്ച് അവിടെയുള്ള മുതലാളിമാർ ആലോചിച്ചിട്ട് ഇതേപോലെയുള്ള കുറേ വീഡിയോസ് നമ്മൾ ഒഴിവാക്കിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ സ്റ്റാഫിനെ MDMA അങ്ങനെ കഴിക്കുന്ന കുറേ സ്റ്റാഫുകളെ ഒഴിവാക്കിപ്പിച്ചിട്ടുണ്ട്. അതായത് വീഡിയോ നോക്കി വിളിക്കുന്ന ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് ഇങ്ങനെ വിളിച്ച ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്താ പറയാനുള്ളത് ഇങ്ങനെ വിളിക്കുന്നത്? 5-10 കടകളിലാണ് ഈ ഒരു സംവിധാനം ഉള്ളത്. നമ്മൾ മൊത്തം കച്ചവടക്കാരെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കാരണം ചില സ്റ്റാഫുകൾ, പുതിയ സ്റ്റാഫുകൾ വരുന്ന സമയത്ത് അവരിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. യഥാർത്ഥത്തിൽ വ്യാപാരികളെ സംബന്ധിച്ച് നമ്മുടെ മിഠായി തെരുവിൽ ആർക്കും ഏത് സമയത്തും എപ്പോഴും വന്ന് സാധനം പർച്ചേസ് ചെയ്യാനും, മിഠായി തെരുവിൽ വന്ന ഒരു ഉപഭോക്താക്കൾക്കും എന്തെങ്കിലും സാധനം കുട്ടികൾ നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ നമ്മൾ ഈ വ്യാപാരികൾ തന്നെയാണ് അവരെ സംരക്ഷിക്കാറുള്ളത്. പിന്നെ ചില പുതിയ സ്റ്റാഫുകൾ വരുന്ന സമയത്ത് അവരിൽ നിന്ന് വീഴ്ചകൾ വന്നിട്ട് നമുക്ക് അറിയും ചെയ്യാം. നമ്മൾ അതിനുള്ള എല്ലാവിധ പരിഹാരങ്ങളും തേടുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ സംഘടനകൾ, വ്യാപാരി ഏകോപന സമിതി ആയാലും നമ്മളെ മിഠായിലുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഏത് വിഷയത്തിലും നമ്മൾ പരിഹാരം കാണാറുള്ളത്. അതിൻ്റെ പോലീസിൻ്റെ കൂടെ നമ്മളെല്ലാവരും സപ്പോർട്ടും നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഇതിനും എത്ര ഈസി ആയിട്ട് ആളുകൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ ഇവിടെ വന്ന് ആളുകൾ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ വ്യാപാരികളെ ഒരുക്കുന്നുണ്ട്, ഒരുക്കി കൊടുക്കും തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പോൾ ഇന്ന് പോലീസൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോലീസിനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. നല്ല മഴ വരുന്നു. ഞാൻ അല്പം ഈ ഒരു കടയുടെ ഉള്ളിലേക്ക് കയറി നിന്നാൽ ശരിയാവും തോന്നുന്നു. ഏതായാലും ഇന്നിപ്പോൾ ആരും ഇങ്ങനെ വിളിക്കുന്നില്ല. മുൻപൊക്കെ നമ്മൾ വരുമ്പോൾ വിളിക്കുന്നത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. കാരണം ആളുകളെ ആകർഷിക്കുന്നതോ വസ്ത്രങ്ങൾ എടുത്ത് കാണിക്കുന്നതോ ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് വ്യാപകമായി മറ്റൊരു തരത്തിലേക്ക് പോകുന്നതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് വ്യാപാരികളും പറയുന്നത്. ഒരു 10% ആളുകളാണ് ഇത്തരത്തിൽ ഉള്ളത്. അവർക്കെതിരെ നടപടി എടുക്കുകയും വേണമെന്ന് വ്യാപാരികൾ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. രോഷ്നി, ശരി. സാനിയോ മനോമിയാണ് മിഠായി തെരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.